ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ മണി രാവിലെ 5:15. ഇനി മെല്ലെ ഒന്ന് എണീറ്റിട്ട് പല്ല് തേച്ചൊന്ന് റെഡി ആവണം. നടക്കാൻ പോകാനാണ്. അപ്പോൾ ദിവസം രാവിലെ ഞാൻ വാക്കിംഗ് പോവാറുണ്ട്. ഇപ്പോൾ വെക്കേഷൻ സമയത്ത് നാട്ടിലായിരുന്നപ്പോൾ ഈ വക പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖത്തിൽ മൂടി പോച്ച് ഉറങ്ങും. ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും തുടങ്ങി. കാരണം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് അത്യാവശ്യമാണ്. മണി ഇപ്പോൾ 5:45, എന്നിട്ടും ഭയങ്കര ഇരുട്ടാണ്, രാത്രി പോലെ. അപ്പോൾ ചെറുതായിട്ട് വിൻ്റർ തുടങ്ങാറായി. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ മെല്ലെ നടക്കുകയാണ്. ഞാൻ ഉള്ളത് ഇവിടെ ഡിസ്കവറി ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ദുബായിൽ. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് സ്ഥലം. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഗ്രീനറിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലൊരു കമ്മ്യൂണിറ്റി ദുബായിൽ വേറെ കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും നല്ല സ്ഥലമാണ്. മെജോറിറ്റി ഇന്ത്യൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി അത്. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിറച്ച് ബിൽഡിങ്സ് ഉണ്ട്, നിറച്ച് മരങ്ങളാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഇതുപോലെ ഡിസ്കവറി ഗാർഡൻസ് നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ചു തരാം. പകൽ സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയും പച്ചപ്പ് ഉള്ള മരുഭൂമിയിൽ ഇത്രയും പച്ചപ്പുള്ളൊരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു മണി 6:30. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇതുപോലെ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ മോളെ എണീക്കണേറ്റ് മുന്നേ വേഗം വീട്ടിലെത്തണം. കാരണം എണീറ്റിട്ട് ആളെ കണ്ടില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാണ്. അതാണ് വേഗം നടക്കണം. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി പണികൾ, രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും, പിന്നെ മോൾക്ക് നഴ്സറി കൊണ്ടുപോകാനുള്ളതും, പിന്നെ മോളുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം മോളെ റെഡിയാക്കലും എല്ലാം ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ വേഗം നടക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ബട്ടർ ടീ എന്നും പറയും. ബട്ടർ ഇട്ടിട്ടാണ് ചായ. അപ്പം ഞങ്ങൾ ഡയറ്റിംഗ് ഒക്കെ ആയ കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇത് കുടിച്ചാൽ തന്നെ ഉച്ചവരെ വിശക്കില്ല. കാരണം അത് അത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് മാത്രം ഒരു വലിയൊരു മഗ്ഗിൽ ഇതുപോലെ ഞങ്ങൾ കുടിക്കാറുണ്ട്. ഇപ്പോൾ മോളെ എണീറ്റു. മോളെ പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി. ഇപ്പോൾ അവൾക്ക് നഴ്സറിയിൽ പോകാൻ വേണ്ടിയിട്ടിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് മുട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അവൾ മുട്ടയുടെ ആളാണ്. അപ്പോൾ ദിവസം മുട്ട കൊടുത്താലും കഴിച്ചോളും. അപ്പോൾ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ മുട്ട ഉണ്ടാക്കി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അവൾക്ക് നഴ്സറിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സ്നാക്ക് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ ദിവസം അവളോട് ചോദിച്ചിട്ടാണ് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോൾ സ്ട്രോബെറി മതി. കാരണം ദിവസം ഒരു ഫ്രൂട്ട് വെക്കണമെന്ന് കമ്പൽസറിയാണ്. അപ്പോൾ കുറച്ച് സ്ട്രോബെറിയും, പിന്നെ ഒരു വേഫർ ബിസ്ക്കറ്റും, പിന്നെ ഒരു ഫ്രൂട്ട് യോഗട്ടും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ എനിക്ക് 4 വേഫർ ബിസ്ക്കറ്റ് വേണം, 4 വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഒന്ന് അവളുടെ നഴ്സറിയിലെ ദിവാലി സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് ഇത്. പട്ടുപാവാട ഇട്ടിട്ട് ലിഫ്റ്റ് ഒന്ന്. അപ്പോൾ അന്ന് പട്ടുപാവാട ഇതുപോലത്തെ ഡ്രസ്സൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പട്ടുപാവാട ഇട്ട കാരണം ഇത് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോസ്റ്റ്യൂമിൽ വരും എന്നൊക്കെ പറഞ്ഞ കാരണം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നഴ്സറി പോണ വഴിക്ക് ഇതുപോലത്തെ ഇങ്ങനെ ഓരോരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യുന്ന ഓരോരോ പണിയാണ് ഈ കാക്കടയും പൂച്ചടയും പിന്നാലെയൊക്കെ പോകല്. അപ്പോൾ അവളെ വിട്ടിട്ട് തിരിച്ച് വരണം. അത്യാവശ്യം ഒരു ഡെലിവറി ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഡെലിവറി. ഫിഷ് സാധാരണ ഇതുപോലെ ഓൺലൈനാണ്. ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് സാധാരണ ഫിഷോ ചിക്കനൊക്കെ ഓർഡർ ചെയ്യാറ്. അപ്പോൾ ഫിഷ് ഓർഡർ ചെയ്തത്, പിന്നെ കുറച്ച് ഞണ്ടും കുറച്ച് കിങ് ഫിഷും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവളെ വിട്ടിട്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് വന്നത്. കാരണം അവൾ രാവിലെ തന്നെ അവർ ഡെലിവറി ചെയ്യും. 9-9:30 ആകുമ്പോൾ തന്നെ അവർ ഡെലിവറി ചെയ്യാറുണ്ട്. ഇപ്പോൾ അതെല്ലാം ഒന്ന് ഫിഷെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ സാധാരണ ആഴ്ചയിൽ 2 ദിവസമാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണത്. കാരണം അവൾ ബെഡിൻ്റെ മേലെ കയറി ജമ്പ് ചെയ്തിട്ട് ഒക്കെ എല്ലാം ബെഡിൻ്റെ മേലെയാണ് ഇരുന്ന് കളിക്കലും വരയ്ക്കലും ഒക്കെ ബെഡിൻ്റെ മേലെയാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മാറ്റേണ്ടി വരും. കാരണം പൊടിയും അഴുക്കൊക്കെ ആവാറുണ്ട് ബെഡിൻ്റെ മേലെ.
അപ്പോൾ ഒരു സാധാരണ ഞാൻ എപ്പോഴും അടിയിൽ ഒരു പഴയ ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മേലെയാണ് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാറ്. അപ്പോൾ രണ്ട് ബെഡ്ഷീറ്റാണ് സാധാരണ അങ്ങനെ വിരിക്കുന്നത്. ഇപ്പോൾ ബെഡ്ഷീറ്റ്സൊക്കെ ഇപ്പോൾ ഞാൻ വെക്കേഷന് പോയിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ അമേസോണിൽ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാറാണ് പതിവ് ബെഡ്ഷീറ്റൊക്കെ. കാരണം അമേസോണിൽ ആ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡീൽസൊക്കെ ഉണ്ടാവും. നല്ലൊരു 400-500 ആ റേഞ്ചിലൊക്കെ നല്ല ബെഡ്ഷീറ്റ്, കിങ് സൈസ് ബെഡ്ഷീറ്റ്സൊക്കെ നമുക്ക് കിട്ടും ആ സമയത്ത്, ഓഫർ ഉണ്ടെങ്കിൽ, ഡീൽസൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ പില്ലോ കവർ സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ അതേപോലെ ബെഡ്ഷീറ്റ്, ഇതൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഇതെല്ലാം കൊണ്ടുവരാറ്. ഇവിടെ ഞാനങ്ങനെ ബെഡ്ഷീറ്റൊന്നും ഇവിടെ നിന്ന് അങ്ങനെ മേടിക്കാറില്ല, ഇതുപോലത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ വേഗം ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്ത പണി ക്ലീനിങ് ഉണ്ട്. ബ്ലാങ്കറ്റ് ഇതേപോലെ റെഡിയാക്കി വെച്ച്, ഈ ബ്ലാങ്കറ്റ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ noon.com എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബ്ലാങ്കറ്റ്. പിന്നെ വീട്ടിലെ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ദിവസം കാർപ്പറ്റ്, വീട് മൊത്തം ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാർപ്പറ്റ് ദിവസവും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ആ പൊടിയും അവൾ ടോയ്സൊക്കെ എല്ലാം വാരി വലിച്ച് അവളുടെ പ്ലേയിങ് ഡോ എല്ലാം ഇതിൽ ഒട്ടി വെച്ച്, ഇപ്പോൾ ദിവസം കാർപ്പറ്റ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നമ്മുടെ മുടിയും എല്ലാം കാർപ്പറ്റിലുണ്ട്. അപ്പോൾ ദിവസം വലിയൊരു പണി എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ല, ഒരു ദിവസം ക്ലീൻ ചെയ്തിൽ തന്നെ പൊടി നിറയും അതിൽ. അപ്പോൾ വലിയൊരു പണിയാണ് വീട് ക്ലീൻ ചെയ്യലത്, ദിവസം ഉള്ളൊരു പണിയാണ്, പ്രത്യേകിച്ചും കാർപ്പറ്റ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം, ഇതെൻ്റെ കിവിയാണ്, പാരറ്റ്. അപ്പോൾ അതിൻ്റെ കൂടുപാടിയിലുള്ള ട്രേയിലായാലും ആ ഫുഡിൻ്റെയും അതെല്ലാം, അതിൻ്റെ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്യണം, ദിവസം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് ആ ട്രേയും പിന്നെ അതിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന ആ ബൗളും അതും നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ ഡിസിൻഫെക്റ്റൻറ്റ് ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് ചൂടുവെള്ളത്തിലാണ് കഴുകാറ്. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്തിട്ട് അതിൽ പേപ്പർ വിരിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഫ്രൈഡേ ആണ് കിവീനെ കുളിപ്പിക്കണത്. കാരണം ഈ തത്തയുടെ മേലിൽ നിന്നൊക്കെ ഒരു പ്രത്യേകം പൊടി അതുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ കേജും മൊത്തത്തിൽ അങ്ങനെ എടുത്ത് ഞാൻ ബാത്ത് ടബിൽ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ കുളിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ അതാ ഞാൻ ഗോവ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു. അപ്പോൾ ദിവസം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം അവിടെ വന്നിരുന്ന് വെള്ളത്തിലൊന്ന് കുളിച്ചിട്ടൊക്കെയാണ് ബാക്കി പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ. അപ്പോൾ ഈ പണി കഴിഞ്ഞിനി കുക്കിങ് അതുമുണ്ട് മോള് വരുമ്പോഴേക്കും. അപ്പോൾ അവൾക്ക് മോര് കാച്ചിയതും പിന്നെ സാൽമൺ ഉണ്ടായിരുന്നു, ഫിഷ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫില്ലേ വാങ്ങിച്ചതുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്തു. അപ്പോൾ മോര് കാച്ചിയതും ഫിഷ് ഫ്രൈ ആണ് ലഞ്ച്. അപ്പോൾ മോള് വരെ പോയി കൊണ്ടുവന്ന് അവളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കിടത്തി ഉറക്കി. ഇത് എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ ഈ യൂട്യൂബിലും നെറ്റിലൊക്കെ ഇങ്ങനെ കണ്ടതാണ്. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതും കൊണ്ട് ഈ ബാത്റൂം കഴുകൽ, വാഷ് ബേസിൻ കഴുകലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ വീട്ടിലൊരു ടിന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കാരണം ഞാൻ ദിവസം വാഷ് ബേസിൻ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈയൊക്കെ കഴുകണതല്ലേ, അപ്പോൾ ദിവസം അത് കഴുകിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്തു. വേറെ ഒന്നും ഉപയോഗിച്ചൊന്നുമില്ല. ഈ ഡ്രിങ്ക് അതൊന്ന് ഒഴിച്ച് വെച്ചിട്ട് ആ സ്ക്രബ് കൊണ്ടൊന്ന് ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചൊത്ത കണ്ടില്ല, നല്ല നീറ്റായിട്ട് നല്ലൊരു ഷൈനിങ് ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ച് പറയണത്, ഇതുപോലെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈവനിങ് പുറത്ത് പോവാം, ലുലുവിൽ പോവാം, കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ സാധാരണ ഞങ്ങളൊരു വീക്ക് ഡേയിൽ പോയിട്ടാണ് ഗ്രോസറിയൊക്കെ വാങ്ങിക്കാറ്. കാരണം അധികം വീക്കെൻഡ്സിൽ അത്ര തിരക്കുണ്ടാവില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നടന്ന് തിങ്സ് എല്ലാം എടുത്ത് വരാം. അപ്പം നമുക്ക് ലുലുവിലേക്ക് പോവാം. ഇപ്പോൾ പോകുന്ന വഴിയാണിത്. ഇപ്പോൾ നല്ല ഇരുട്ടായ കാരണം അത് പുറമേ ഉള്ളതൊന്നും അത്രയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല, ലൈറ്റ്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ലുലുവിൽ തന്നെ അവിടെ കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഇരുന്നതാണ്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത്. അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണിത്. ആദ്യം തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ തരുന്നതാണ് പഴശ്ശി സാലഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഇത് കാന്താരി ചിക്കൻ, ഇതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പണ്ടനാസ് ചിക്കൻ എന്ന് പറയും, പന്തൻ ലീഫിൽ ചിക്കൻ റാപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണതാണ്. പിന്നെ ലാസ്റ്റ് മോൾക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഡെസേർട്ട്, നെയ് പായസവും ഐസ്ക്രീമും. അപ്പോൾ അടിയിൽ നല്ല ചൂടുള്ള നെയ് പായസവും മേലെ നല്ല തണുത്ത ഐസ്ക്രീമും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ശരി ശരി, അവിടെ വെയിറ്റ് ചെയ്യോ, അങ്ങോട്ട് പോരുത്, അവിടെ വെയിറ്റ് ചെയ്യും. അതറിയില്ല. നമ്മുടെയാ അവിടെ അവിടെ അതിൽ നോക്കും. ഇപ്പോൾ ലുലുവിൻ്റെ ഉള്ളിൽ ഇതുപോലെ വീഡിയോ റെക്കോർഡിങ് അലൗഡ് അല്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. മണി 10:15 ഇപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.